അവതരിപ്പിക്കുന്ന കഥ കുടുംബ കൂട്ടായ്മകളിൽ പൊതുവെ പോകാൻ താല്പര്യമില്ലാത്ത ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ്. മാത്രമല്ല, ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുത്താൽ തന്നെ ലീഡറാക്കിയേക്കാം എന്ന സാധ്യത മനസ്സിലാക്കി അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. നേർവഴി കാണും, ആസ്വദിക്കും. ഓരോ റീൽസ് കണ്ട് ചിരിച്ചങ്ങ് വയ്യാണ്ടായി. മനുഷ്യ നിങ്ങൾ വരുന്നില്ലയോ? നീ എവിടെ പോകുന്നു? ഇന്ന് പ്രാർത്ഥനയ്ക്ക് പോകണ്ടേ? ഇന്ന് പ്രാർത്ഥനയുള്ള ലീഡർ ഒരു 16 തവണയെങ്കിലും ഓർമ്മിച്ചതല്ലേ എല്ലാരെയും? അതിങ്ങനെ രാവിലെ തുടങ്ങും മൊബൈലും കൊണ്ട് ഏത് സമയം ഇത് തന്നെ. ഒരു ചായ പറഞ്ഞിട്ട് കിട്ടിയില്ല ഇതുവരെ. അതൊക്കെ അവിടെ പോയി പിടിക്കാം. നമ്മുടെ ഷെഫിന്റെ വീട്ടിലല്ലേ പരിപാടി. നല്ല ബിരിയാണി കിട്ടുന്ന കേട്ടത്. ഓ, എന്ന് പ്രാർത്ഥനയ്ക്ക് പോയിട്ട് പെണ്ണാടിക്കാണ്. ഒരേ കാര്യം തന്നെയല്ലേ എന്നും കേൾക്കുന്നത്. പിന്നെ മനുഷ്യർക്കാണ് മൂലയ്ക്ക് എങ്ങാനും ഇരിക്കാൻ പറ്റുമോ? എന്തോ ബഹളമാണ് പറയും. ആ പുള്ളിക്കാരനൊക്കെ തൊണ്ട പൊട്ടിയാക്കും. നമുക്ക് മനസ്സിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അതിന് അങ്ങോട്ട് കൂട്ടത്തോടെ പോയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്റ്റീഫ, സ്റ്റെല്ല, ഇറങ്ങാൻ നോക്കും മക്കളെ. അമ്മേ, ഞങ്ങൾ വരണോ? എന്റെ മക്കളെ, നിങ്ങൾ ഈ മനുഷ്യനെ കണ്ട് പഠിക്കാതെ എന്റെ കൂടെ വാ. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? നിങ്ങൾ എവിടെ ഇരിക്കുള്ളേ? 2 ചോക്ലേറ്റ് വേണം, ഞാൻ മേടിച്ചു തരാം. അപ്പൊ ശരിക്കും നിങ്ങൾ വരുന്നില്ലേ? ആ, ഞാനെങ്ങും വരുന്നില്ല. ചെന്നിലേക്ക് ഒരു 25 കോളങ്ങൾ വരുവേ. ആരുടെ? വേറെ ആരുടെയാ? ലീഡറോ? ആ ലീഡറെ 100 ആയസോ. ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. എനിക്കിന്ന് വരാൻ ഒക്കത്തില്ല കേട്ടോ. നമ്മുടെ മറ്റീല് മലയാളി അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിന് പോണം, പോകാതിരിക്കാൻ പറ്റത്തില്ല. അവളും പിള്ളേരും മീറ്റിങ്ങിന് വരുന്നുണ്ട്. എന്നാ ശരി എന്നാ നിൽക്കുവാണേ. ഇന്ന് ഒട്ടും പോകാൻ പറ്റത്തില്ല. ഇന്ന് പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ തെരഞ്ഞെടുക്കുന്ന ഉത്സവമാണ്. ഞാൻ പോയാൽ പിന്നെ എന്നെ പിടിച്ച് പ്രസിഡന്റ് ആക്കാൻ. ഇവിടാണ് റീൽസ് ഏത് നേരം മൊബൈലിൽ ഒന്നിന് സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, പള്ളി പോകാൻ സമയമില്ല, ജോലി കഴിഞ്ഞ അപ്പ തുടങ്ങി തോന്നല. ഇനി ടോയ്ലറ്റിൽ പോയാലും അപ്പോഴും ഈ ഫോൺ കണ്ട് 2 മണിക്കൂർ അതിനകത്ത്. അതിൻ്റെ കൂടി വല്ല CCTV ക്യാമറ വെക്കണം. അത് പിന്നെ വീട്ടിൽ വന്നാൽ സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്കൊന്ന് ഇരിക്കാൻ പറ്റിയ സ്ഥലം വേറില്ലാത്തതുകൊണ്ടല്ലേ. സ്ഥലം അതായതുകൊണ്ട് തന്നെ ആലോചിച്ച് കയറി വർത്തുമല്ലോ. നിങ്ങൾ എങ്ങനെ പറഞ്ഞോണ്ടല്ലോ. എന്തായാലും ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവാം. ശരി. എന്റെ ഫോണിങ് നടക്കും. നിങ്ങളുടെ ഫോൺ ഞാനിത് എവിടെയാ? അയ്യോ, എന്റെ വീട്, എന്റെ വണ്ടി, എന്റെ മൊബൈൽ ഒന്നും കാണുന്നില്ലല്ലോ. ഏതാ ഈ സ്ഥലം? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? വീട് പോലെ. അതെ, ലീഡറാണ് മാഷ. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഒരു പേടിയില്ല മാഷെ. വേറെ സ്ഥലം, നമ്മളെങ്ങനെ ഇവിടെ എത്തി? അവച്ച ഭൂമിയൊന്നുമല്ല, നമ്മുടെ ആരും കാണുന്നില്ലല്ലോ. ഭൂമിയിലുള്ള അച്ഛന്റെ പ്രസംഗത്തിലൊക്കെ കേട്ട ശുദ്ധീകരണ സ്ഥലം എന്താണെന്ന് തോന്നുന്നു. ആരും അവിടെ നിൽക്കുന്നുണ്ടല്ലോ. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. മാഷെ, ഇത് ഏതാ ഈ സ്ഥലം? ഇതാണ് സ്വർഗത്തിലേക്കുള്ള വാതിൽ. ഇതിവിടെ എന്താ നടക്കുന്നത്? സ്വർഗത്തിനകത്ത് ഇത് ദൈവത്തിന്റെ ഏതൻ തോട്ടമാണ്, വിശുദ്ധമായ സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെ നിന്നാണ്. അവിടെ ഒരു സ്ഥലം കാണുന്നുണ്ടല്ലോ, അവിടെ ഒരു പോയി നോക്കിയാലോ. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അത് നരകം എഴുതി വെച്ചേക്കാം. പുകയും വരുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്. അടിച്ചുള്ള സ്ഥലമാണോ? നമുക്ക് മുന്നേ നമ്മുടെ വീട്ടിൽ നിന്ന് എത്തിയ ആരെങ്കിലും ബാർബിക്കടിക്കുന്നതാണോ? ഞാൻ അങ്ങോട്ട് പോവാം. എന്നാൽ ഞാനും അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. ഭയങ്കര ഡാൻസ് ഒക്കെ കാണുന്നുണ്ട്. അവറാച്ചോ, എത്ര നേരമായിട്ട് കാത്തിരിക്കാം. ഇത് എവിടെയായിരുന്നു? നിന്നെ അറിയാതിരിക്കുക അവറാച്ചാ. ഇങ്ങോട്ട് നോക്കി, എല്ലാരും നിന്നെ കാത്തിരിക്കലായിരുന്നാ. താമസിച്ചു പോയല്ലേ പോലെ. എന്ത് പറ്റി? ഇത് നരകം തന്നെയല്ലേ? എന്ത് ഇത് നരകല്ലേ? എങ്ങനെയുണ്ട് സെറ്റപ്പ്? നിങ്ങൾ നോക്കി,
ഇവിടെ നിങ്ങൾ ഇതിലുണ്ട് അകത്ത് പയ്യെ കണ്ണി ഭൂമിയിൽ ഞാൻ ഇങ്ങനെ നല്ല കേട്ടോ. നമ്മുടെ സ്വന്തം ആളാ. നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? നാടനുണ്ട്, വിദേശിയുണ്ട്, സ്പെഷ്യലൊക്കെ ഐറ്റം കൂടെ മോനെ. നല്ല ചുവന്നിട്ട് വേണോ? ബീട്രൂട്ട് ആയിരിക്കില്ലേ? ആ ഏതാണ്ട് അതുപോലെ തന്നെ ഇരിക്കും. അപ്പൊ ഒരു സ്പെഷ്യൽ ജ്യൂസും ലിവർ ഫ്രൈയും എടുക്കല്ലേ? ആ പോരട്ടെ. സ്പൈസി ആക്കട്ടെ? ആ നന്നായിട്ട് മുളകൊക്കെ പറ്റിക്കും. കാന്താരി തന്നെ ആയിക്കോട്ടെ. ഞാൻ പോയിട്ടെ നമ്മുടെ ലീഡർ വളർത്തുന്നുണ്ട്, പുള്ളിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരാം. ഏത് നമ്മുടെ ലീഡറോ? അവൻ കുറച്ച് മുട്ട വന്നാ കേട്ടത്. ഞാൻ കൊണ്ടുവരാം, പുള്ളി ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞു. ആ പെട്ടെന്ന് പുള്ളിനെ കൂടി വേണം. ഞാൻ അപ്പോഴേക്ക് 2-3 കുഴിമാന്തിയൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ. സ്പൈസി ആകട്ടോ, സ്പൈസി. ആ അത് പിന്നെ പറയണ്ടോ, ഒരച്ച് തേച്ച് തറിയ ഞാൻ വിട്ടതാ. ഓക്കെ, ദേ പോയി താവും. ക്ലിയറേ, ഞാനവിടെ പോയി കേട്ടോ. എവിടെ നരകത്തിലോ? ആമി, ആ പുക കണ്ടോ? അവരവിടെ മസാലയൊക്കെ തേച്ച് ബാർബി ചെയ്യുക. അവിടെ ചെന്നപ്പോ എന്നാ സ്നേഹാർദ്ദം. എനിക്ക് ബ്ലഡ് കുറവാണെന്ന് കണ്ട് ബീട്രൂട്ട് ജ്യൂസ് വരെ പറഞ്ഞിരിക്കുന്നു. പിന്നെ പട്ടായ്ക്ക് ടൂറ് ഒരു ബൈക്ക് ട്രിപ്പ് ഉണ്ട്. ഇപ്പൊ പോയ അവരുടെ കൂടെ പോകാം. നമ്മൾ നാട്ടിൽ വെച്ച് കേട്ട പോലെ ഒന്നും അല്ലായിരുന്നു. ആവാച്ച അതൊക്കെ അവരുടെ തന്ത്രങ്ങളായിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം തീരുമാനിക്കാൻ. സത്യം പറഞ്ഞാൽ ഇത്രയും സ്നേഹമുള്ള ആൾക്കാരെ ഞാൻ എന്റെ ജീവിതത്തിൽ നാട്ടിൽ പോലും കണ്ടിട്ടില്ല. അവളാച്ചന്റെ ജീവിതത്തിൽ ഒരു അവസരങ്ങൾ ദൈവം തന്നേക്കാണോ? അത് നഷ്ടപ്പെടുത്തരുത്. അല്ലേലും നാട്ടിൽ വെച്ച് ഇത് തന്നെയായിരുന്നു. കുംഭസാരം കുടുംബക്കൂട്ടാരും മടുത്ത് കേട്ട് വെറുതെ ജീവിതം. ഇനിയെങ്കിലും ഒന്ന് സന്തോഷിക്കണ്ടേ? സ്വർഗത്തിലേക്ക് കയറുവാനുള്ള സമയമായിരിക്കും. അവളാച്ച ഞാൻ എന്തായാലും ഇല്ല. ഞാൻ സ്വർഗത്തിലോട്ട് ആദ്യം കഴിച്ചു. ആ ഇനിയും പ്രാർത്ഥനയും കൂട്ടായ്മയും ഒക്കെ ആയിട്ട് നമുക്ക് തീർച്ചയല്ലേ പിടിച്ചതിൻ്റെയൊക്കെ ഡാൻസ് വരെ കളിപ്പിച്ചിട്ടേ കൊടുത്തു. നിന്റെ ലീഡർ എന്തേടാ? ആ അവൻ അവിടെ പോയി സ്വർഗത്തിലേക്ക്. മണ്ടൻ ഒത്തിരി നിർബന്ധിച്ചു, പക്ഷെ ലീഡർ വന്നില്ല കേട്ടോ. അവന് പള്ളിയും ദൈവവും മതി. എന്നോട് ചോദിച്ചു ഏത് വേണം. ഞാൻ പറഞ്ഞു എനിക്കിത് മതി. ഇനിയെങ്കിലും എനിക്ക് ആ ഗ്രൂപ്പ് ഒന്ന് എക്സിറ്റ് ചെയ്യണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അവിടെ വെച്ചാൽ പള്ളിയിൽ പോകണം, സന്ധിക്കരുത്, പ്രാർത്ഥന ചെല്ലണം, ചെവി തല കേൾപ്പിക്കണം. പിന്നെ വീട് തോറും കയറി ഇറങ്ങി പ്രാർത്ഥിക്കണം. ആയുള്ളൊരു വിളിച്ചാൽ കുറച്ച് ഫുഡ് കിട്ടുമല്ലോ. എന്നാലും ആരും കുഴിവന്തി ഭാവിക്കുമെന്ന് തരുന്നില്ല. ഇവിടെ ആകുമ്പോൾ എല്ലാം എന്നാ പിന്നെ കൊണ്ടുവരാൻ ഓരോന്നായി പോരട്ടെ കേട്ടോ. പിന്നെ എല്ലാം കൂടെ ചേർത്ത് ഇപ്പൊ കൊടുക്കാല്ലേ? അയ്യോ ഇവിടെ പറയാനേ എടാ കാലപ്പാടാ അതെന്റെ കാലാണോ ഒന്നും കാണല്ലടാ. എന്നെ കുഴിക്കാതൊക്കെ പ്രാർത്ഥിക്കാതെ ചുക്കെടുക്കല്ലേ. എനിക്കൊരു അവസരം കൂടെ തന്നെ ഞാൻ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ പോകാതെ. എന്താ മനുഷ്യ നിങ്ങക്ക് വയ്യേ? എന്നാ പറ്റിയത്? ഞാൻ കുടുംബ കൂട്ടായ്മയ്ക്ക് വരാൻ വിളിച്ചതല്ലായിരുന്നോ? എന്നിട്ട് വന്നോ? നീ പ്രാർത്ഥനയ്ക്ക് പോകില്ലേ? ഞാൻ പോയിട്ട് ഇടയ്ക്കൊന്ന് വന്നതാ. എനിക്ക് ഒരു ഉൾവിളി കിട്ടി. നിങ്ങൾക്ക് എന്തോ ഒരു മാനസാന്തരം വന്നു. വന്നപ്പോ അതാണ്ട് തീയെ പോകാന്ന് പറഞ്ഞു കിടന്ന് നിലവിളിക്കുന്നു. ഡിസ്കഷൻ കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാനാണ് പുതിയ സെക്രട്ടറി. കടുത്ത പോരാട്ടമായിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ചിലവളുമാരുടെ മുഖമൊക്കെ കാണണമായിരുന്നു. നിശ്ചയ ഇനി പ്രസിഡന്റ് ബാക്കിയുണ്ട്. വാ നമുക്കൊന്ന് നോക്കാം. എന്താ പറ്റേ? അതെ, പ്രാർത്ഥനയ്ക്ക് പോകണം. നിങ്ങൾ ഇത് റെഡിയായില്ലേ പിള്ളേരെ? പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രാർത്ഥനയൊക്കെ കൂടി നടന്നു. ഇത് ഞാനല്ലേ അങ്ങോട്ട് പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ ആ ലീഡറിനെ വിളിക്കട്ടെ. നീ പെട്ടെന്ന് പിള്ളേർ റെഡിയാക്ക. ആ ലീഡറെ, ഞാനിന്ന് പ്രേയർ വരുന്നുണ്ട് കേട്ടോ. പ്രസിഡന്റ് വേണം ഞാനായിട്ടോ. ആ പിന്നെ നമുക്ക് ഇങ്ങനെയൊന്നും നടന്നാൽ പോരാ. ആ സ്പീക്കറുള്ള ആളോട് സ്പീക്കറൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഇടി മുഴക്കത്തോട് വേണം നമുക്കിനി പ്രാർത്ഥിക്കാൻ. ആ പുള്ളിക്കാരനോടൊക്കെ നല്ല ഒച്ചയിൽ പാടാൻ പറഞ്ഞു. പുറകിലിരിക്കുന്നവർക്കൊന്നും കേൾക്കാൻ പോലും പറ്റത്തില്ല. ആ അതെ, ഞങ്ങളൊക്കെ എത്തി. ആ പിന്നെ നാളെ ഫ്രീ ആണെന്ന് വിളിക്കണേ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഇപ്പോഴും മീറ്റിംഗൊക്കെ കൂടാതെ കുറേ പേര് മുങ്ങി നടക്കുന്നുണ്ട്. അവരൊക്കെ നമുക്ക് മീറ്റിങ്ങിൽ കൊണ്ടുപോകണം. അതാ ശരി, എന്നാൽ ബാക്കി നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. പിള്ളേരെ പോയി റെഡിയാക്കി പെട്ടെന്ന്. എന്ത് പറ്റി? ശരിക്കും നിങ്ങൾ മാനസാന്തരപ്പെട്ടാ? ആളസാധനപ്പെടാനൊന്നുമില്ല. എന്നെ പറ്റി ചായ ശരിക്കും എല്ലാവരും വയ്യായി ഉണ്ടോ? ഞാൻ പെട്ടെന്ന് ഓർത്തു പോയി.
ഒരു ബാർബിക്യൂ, കുഴിമന്തി, എന്തായാലും നമുക്കിനി എല്ലാ കൂട്ടായ്മയ്ക്ക് പോകണം. നന്നായി ചായ. എന്നാലും എന്റെ പ്രാർത്ഥന കേട്ടല്ലോ കർത്താവേ. എന്നാ വാ, വേഗം പോവാം. എവിടെ എന്റെ കൊന്ത? ഈ ഫോണിലെ കൊന്ത ഒന്നും ശരിയാവത്തില്ല. ഇത് കൊണ്ട് തന്നെ പോകണം. ഒന്ന് അനങ്ങി നടക്കും മക്കളെ. Thank you guys for your attention. Just before we move on, wanted to inform you guys or make an announcement that we have found a locket